ടെലിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാലാവധി അവസാനിക്കുന്നു. മികച്ച ആശുപത്രികളില്ല, ഉള്ളവയിൽ ചികിത്സ കിട്ടില്ല, ക്ലെയിം നിരസിക്കും. ജൂൺ 30 കാലാവധി തീരുന്ന മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസിന്റെ അവസ്ഥയാണിത്. ഈ രീതിയിൽ പുതുക്കിയാൽ ചേരാതിരിക്കാൻ അനുവദിക്കണമെന്നാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അപേക്ഷ. മുഴുവൻ പേരും നിർബന്ധമായി ചേരണമെന്നാണ് വ്യവസ്ഥ. 5.45 ലക്ഷം ജീവനക്കാരും 5.81 ലക്ഷം പെൻഷൻകാരും മാസം 500 രൂപ വെച്ച് നൽകണം. നക്കാപ്പിച്ച പെൻഷൻ വാങ്ങുന്നവരായാലും ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്നവരായാലും പ്രീമിയം തുക ഒന്ന് തന്നെ. 19 ലക്ഷം ആശ്രിതരുൾപ്പെടെയുള്ള 30.26 ലക്ഷം ഗുണഭോക്താക്കളുണ്ട്. പുതിയ വെളിപ്പെടുത്തലുമായി പൾസർ സുനി. കൊച്ചിയിൽ നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ നൽകിയത് നടനും കേസിലെ 8ാം പ്രതിയുമായ ദിലീപാണെന്ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി. 1.5 കോടി രൂപയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നും ഇനിയും 80 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നുമുള്ള സുനിയുടെ വെളിപ്പെടുത്തൽ ഒരു ന്യൂസ് ചാനലിലൂടെ പുറത്തുവന്നു. കേസിൽ വാദം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് 1ാം പ്രതിയുടെ വെളിപ്പെടുത്തൽ. ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശിച്ചു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിജീവിതയോട് പറഞ്ഞിരുന്നു. അക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് അവർ പറഞ്ഞു. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമായിരുന്നുവെന്നും സുനി വെളിപ്പെടുത്തുന്നു. ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണം. അക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു. കേസിൽ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായി. വേറെയും നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തി. വീണ്ടും ചർച്ച പരാജയം, തുടർ ചർച്ച വൈകുമെന്ന് റിപ്പോർട്ട്. ആശാ വർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും. ഇന്ന് ചർച്ച വിളിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ചർച്ച തുടരാമെന്ന നിലയിലാണ് ഇന്നലെ പിരിഞ്ഞതെന്നും പഠനസമിതി എന്ന തീരുമാനം അംഗീകരിക്കില്ലെന്നുമാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിലപാട്. ഇന്നലെ നടന്ന ചർച്ച പരാജയമായതോടെ ഇന്ന് വീണ്ടും ചർച്ച എന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ ചർച്ച വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. പഠനസമിതിയെ നിയോഗിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഓണറേറിയം വർധന ഉൾപ്പെടെ പഠനസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാം എന്ന് സർക്കാർ പറയുന്നു. ഈ നിർദ്ദേശം മറ്റെല്ലാ സംഘടനകളും അംഗീകരിച്ചു. എന്നാൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനം അംഗീകരിച്ചിട്ടില്ല. ഓണറേറിയം വർധനയല്ലാതെ ഒരു സമവായത്തിനും സമരക്കാരില്ല. ആര്യ 2 റീ റിലീസിനൊരുങ്ങുന്നു. അല്ലു അർജുന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 6 സൂപ്പർ ഹിറ്റ് ചിത്രം ആര്യ 2 കേരളത്തിൽ റീ റിലീസിന്. മലയാളം, തെലുങ്ക് പതിപ്പുകൾ റീ റിലീസ് ചെയ്യുന്നുണ്ട്. ആര്യ 2-ൽ അല്ലു അർജുന്റെ പ്രകടനം മാത്രമല്ല, ഗാനങ്ങൾക്കും കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ദേവിശ്രീ പ്രസാദാണ് സംഗീതം. സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാജൽ അഗർവാൾ, നവദീപ്, അജയ്, മുകേഷ്, ഋഷി തുടങ്ങിയവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. E4 എന്റർടൈൻമെന്റ് ആണ് റീ റിലീസ് ചെയ്യുന്നത്. ജീവനക്കാർക്ക് 90 ദിവസം അവധി. ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക ആകസ്മിക അവധിയുടെ പരിധി 90 ദിവസമാക്കി വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി. ഹൃദയവാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നവർക്കും ഈ അവധി ബാധകമായിട്ടുണ്ട്. KSRTC യാത്ര ഇനി ഊട്ടിയിലേക്കും. സംസ്ഥാനത്ത് മാത്രം നടത്തിയിരുന്ന വിനോദ തീർത്ഥാടന യാത്രകൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങി KSRTC. സംസ്ഥാനത്ത് മാത്രം നടത്തിയിരുന്ന വിനോദ തീർത്ഥാടന യാത്രകൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങി KSRTC ബജറ്റ് ടൂറിസം സെൽ. ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്കാകും ആദ്യഘട്ടം. സംസ്ഥാനത്തെ 80 ഡിപ്പോകളിൽ നിന്നാകും ഇത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടക്കമുള്ളവയുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇത് വിജയിച്ചാൽ അയൽ സംസ്ഥാനങ്ങളിലെ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്ന് MV ഗോവിന്ദൻ. മാസപ്പടി കേസിലെ SFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധമൊരുക്കി CPIM നേതൃത്വം. മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ കടന്നാക്രമണമാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ സർക്കാരോ വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ലെന്നും SFIO അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് വിശദമായി കേൾക്കുന്നതിന് വേണ്ടി തീയതി പോലും തീരുമാനിച്ചിട്ടുണ്ട്. കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ സ്ഥലം മാറ്റി
പുതിയ ജഡ്ജി കേസ് വിശദമായി കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ജൂലൈയിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കെ ഇപ്പോൾ SFIO ഈ നാടകം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഫലം മെയ്യിൽ. SSLC ഹയർ സെക്കൻഡറി ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. SSLC, THSLC, HSLC പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം 2 ഘട്ടങ്ങളിലായി 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ ഈ മാസം 26 വരെ നടക്കും. ഇന്നലെ ആരംഭിച്ച 1ാം ഘട്ട മൂല്യനിർണ്ണയം 11-ന് അവസാനിക്കും. 2ാം ഘട്ടം ഈ മാസം 21-ന് ആരംഭിച്ച് 26-ന് പൂർത്തിയാക്കും. AI ക്യാമറകൾ വീണ്ടും സജീവമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇടയ്ക്ക് പിഴ ഈടാക്കാൻ സാധിക്കില്ലെങ്കിലും ഇപ്പോൾ വീണ്ടും AI ക്യാമറ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. 2023 ജൂണിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിതമായത്. 1.5 വർഷത്തിന് ശേഷം 98 ലക്ഷം നിയമലംഘനങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഈ വർഷം അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ AI ക്യാമറയിലൂടെ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴ 273 കോടി രൂപയായിരുന്നു. ഇതിൽ 150 കോടിയോളം തുക പിരിച്ചെടുക്കുകയും ചെയ്തു. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുക, ഇരുചക്ര വാഹനങ്ങളിൽ 3 ആളുകൾ യാത്ര ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. ട്രംപിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയ. മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക് ദ്വീപുകൾക്ക് മേൽ 10% നികുതി ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾക്ക് മേലാണ് ട്രംപിന്റെ നികുതി ചുമത്തൽ. കടൽ മാർഗം മാത്രം എത്താൻ സാധിക്കുന്ന ഈ ദ്വീപുകളിൽ പെൻഗ്വിനുകളും കടൽ പക്ഷികളും മാത്രമാണ് ഉള്ളത് എന്നതാണ് രസകരമായ വസ്തുത. US-നെ സമ്പന്നതയിലേക്ക് എത്തിക്കാൻ പെൻഗ്വിനുകളെയും ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട വ്യാപാര താരിഫ് ചുമത്തപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ ഉൾപ്പെട്ടത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ. വീണ വിജയനെതിരായ SFIO നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനടി രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ മക്കളെ കേട്ടതിനു ശേഷമാണ് അവരെ പ്രതിപട്ടികയിൽ ചേർത്തതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കാതെ തുടർന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. തെറ്റായ കാര്യങ്ങളാണ് നടന്നത്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കേസാണിതെന്ന് VD സതീശൻ പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണനോടും പിണറായിയോടും 2 നീതിയാണ് പാർട്ടിക്ക്. കോടിയേരിയുടെ മകൻ കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി മാറി നിന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് വന്നപ്പോൾ പാർട്ടി ഒപ്പം നിൽക്കുകയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. നടൻ രവികുമാർ അന്തരിച്ചു. ഇന്ന് രാവിലെ 10:30 ചെന്നൈയിലായിരുന്നു അന്ത്യം. ചെന്നൈ വെലാച്ചേരി പ്രശാന്ത് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ചെന്നൈ പോരൂരിൽ. അനുപല്ലവി, അവളുടെ രാവുകൾ, അങ്ങാടി അടക്കം 100-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1967 ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. മധുവിനെ നായകനാക്കി M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1976 റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത്. ആറാട്ട്, CBI 5 എന്നീ സിനിമകളിലാണ് അദ്ദേഹം അവസാനം അഭിനയിച്ചത്. നടൻ രവികുമാറിന് തേർഡ് ഡിവിഷന്റെ ആദരാഞ്ജലികൾ. കായിക ലോകം. 2 കൈകൾ കൊണ്ടും പന്തെറിഞ്ഞ് മെൻഡിസിന്റെ ഇടംവലം മാജിക്. IPL-ൽ നാടകീയ അരങ്ങേറ്റം കുറിച്ച് ശ്രീലങ്കൻ ഓൾറൗണ്ടർ കമിന്ദു മെൻഡിസ്. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഓവറിൽ 2 കൈകൊണ്ടും പന്തെറിഞ്ഞാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ആരാധകരെ ഞെട്ടിച്ചത്. മത്സരത്തിൽ ഒരേയൊരു ഓവർ മാത്രം ബോൾ ചെയ്ത മെൻഡിസ് 4 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റും വീഴ്ത്തി. 32 പന്തിൽ 5 ഫോറും 2 സിക്സും സഹിതം 50 റൺസുമായി കൊൽക്കത്ത ഇന്നിംഗ്സിന് അടിത്തറയിട്ട യുവതാരം അങ്ക്രിഷ് രഘുവംശിയാണ് മെൻഡിസിന്റെ പന്തിൽ പുറത്തായത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. കുമ്പളങ്ങയെ പലരും മാറ്റി നിർത്താറുണ്ട്. എന്നാൽ കുമ്പളങ്ങയുടെ പോഷക ഗുണങ്ങളെ പറ്റി അറിഞ്ഞാൽ പിന്നെ ഈ പച്ചക്കറി ആരും ഒഴിവാക്കില്ല. വിറ്റാമിൻ C, നിയാസിൻ, തയാമിൻ, റൈബോഫ്ലാവിൻ, പ്രോട്ടീൻ, യുറോനിക് ആസിഡ് തുടങ്ങിയ പോഷക ഘടകങ്ങൾ കുമ്പളങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. വേനലിൽ നിർജ്ജലീകരണം തടയാനും ഇത് ഉത്തമമാണ്. മൂത്രനാളി രോഗങ്ങളെ തടയാനും വരണ്ട ചുമ അകറ്റാനും കുമ്പളങ്ങ വിത്തുകൾ ചുട്ടെടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. ചർമ്മത്തിലെ വരൾച്ച അകറ്റാനും തിളക്കം വർദ്ധിപ്പിക്കാനും കുമ്പളങ്ങ ദിവസവും കഴിക്കുന്നതും വളരെ ഗുണം ചെയ്യും. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.